ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മാത്യു കുഴൽനാടൻ MLA ഉടൻ ചോദ്യം ചെയ്യും. റിസോർട്ടിനുള്ള പണമിടപാടടക്കം പരിശോധിക്കും. എസ് രാഗിൻ വിവരങ്ങളുമായി. രാഗിൻ, ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില പരിശോധനകളൊക്കെ നടന്നു. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED കൂടി എത്തുന്ന സാഹചര്യം എന്താണ്? മാത്യുവിനെ എപ്പോൾ ചോദ്യം ചെയ്യുമെന്നാണ് വിവരം? ചിന്നക്കനാലിൽ സർക്കാർ ഭൂമി കയ്യേറി റിസോർട്ട് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ വിജിലൻസുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൽ മുൻ ഉടമകൾ, അതോടൊപ്പം തന്നെ മാത്യു കുഴൽനാടൻ, കൂടാതെ റവന്യൂ ഉദ്യോഗസ്ഥരിൽ ചിലർ ഉള്ളവർ ഉൾപ്പെട്ടിരുന്നു. ആ സംഭവത്തിൽ വിജിലൻസ് റിപ്പോർട്ടും കൈമാറിയിരുന്നു. ഇതിന് ചുവട് പിടിച്ചുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ECIR, അതായത് FIR സമാനമായിട്ടുള്ള തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അതോടനുബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഭൂമിയുടെ മുൻ ഉടമകളെ അടക്കം ഇപ്പോൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാത്യു കുഴൽനാടനെ ഉടൻ ചോദ്യം ചെയ്യും എന്നതാണ് വിജിലൻസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും നോട്ടീസ് നൽകി ഉടൻ തന്നെ MLA വിളിപ്പിക്കും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നത് 2012 ഈ പറയുന്ന 1 ഏക്കർ സ്ഥലം മുൻ ഉടമകൾ വാങ്ങുകയും അതിനോട് ചേർന്നുള്ള സർക്കാർ ഭൂമി ഏകദേശം 50 സെന്റോളം വരും. ഈ 50 സെന്റോളം വരുന്ന ഭൂമി കയ്യേറുകയും ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഈ ഉടമകളിൽ നിന്ന് മാത്യു കുഴൽനാടനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പാർട്ട്ണർമാരും ഈ ഭൂമി വാങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് കയ്യേറ്റമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വാങ്ങി എന്നതാണ് വിജിലൻസ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസി വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. മാത്രമല്ല പിന്നീട് പോക്കുവരവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തി എന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിൽ ഈ കുറ്റം ഉണ്ട് എന്ന് മുന്നറിവുണ്ടായിരുന്നു മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർക്ക് എന്ന നിലപാടിലാണ് വിജിലൻസ് എത്തിയത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഈ ഒരു വിഷയത്തിലേക്ക് വന്നിരിക്കുന്നത്. ഉടൻ തന്നെ ചോദ്യം ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനം ഈ റിസോർട്ട് വാങ്ങിയതുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ, ഇത്തരം ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളായിരിക്കും ED പരിശോധിക്കുക. മാത്രമല്ല വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലത്തിൽ ഈ അഴിമതി നിരോധന നിയമമുണ്ട്, അതോടൊപ്പം തന്നെ ചീറ്റിംഗ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമുണ്ട്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരിശോധന നടത്തി പോകാവുന്നതാണ്. പല കേസുകളും അങ്ങനെ ED എടുത്തിട്ടുമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കേസിലേക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നത്. വരും ദിവസങ്ങളിൽ MLA അടക്കം വിളിപ്പിക്കുമെന്നതാണ് ED സംഘം വ്യക്തമാക്കുന്നത്. ചിന്നക്കനാലിലെ റിസോർട്ട് അത് ഭൂമി കയ്യേറി, സർക്കാർ ഭൂമി കയ്യേറിയതാണ് എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ആരോപണം. വിജിലൻസ് ഇക്കാര്യത്തിൽ മാത്യു കുഴൽനാടൻ MLA ഉൾപ്പെടെ പ്രതി ചേർത്ത് അന്വേഷണം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ EDയുടെ ഇടപെടൽ, EDയുടെ അന്വേഷണം കൂടി ഉണ്ടാകുന്നത്. മാത്യു കുഴൽനാടൻ MLA ED ചോദ്യം ചെയ്യുമെന്നാണ് എസ് രാഗിൻ നൽകുന്ന വിവരം. മാത്യു കുഴൽനാടൻ MLA കള്ളപ്പണ ഇടപാട് നടത്തുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ നേരത്തെ CP ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ED മാത്യു കുഴൽനാടനെ ചോദ്യം ചെയ്യാൻ പോകുന്നത്.